ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗോതമ്പ് പൊടിക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാവേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1.5 കപ്പ് പൊടി ഈ പാത്രത്തിലേക്ക് ഒന്നിടുക. ഇത് നമ്മുടെ സാധാ നമ്മൾ എലൈറ്റിൻ്റെയൊക്കെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ, ആട്ടപ്പൊടിയാണ്. അപ്പോൾ ഇതേ ഒരു 1.5 കപ്പ് പൊടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് പാളയംകുടം പഴമാണ്. അപ്പോൾ ഞാനൊരു 10 പാളയംകുടൻ്റെ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാളയംകുടൻ്റെ റോസ്റ്റായ പഴമാണേലും നല്ലത്, ബാക്കിയൊന്നും അത്രയും നല്ല പഴമല്ല. അപ്പോൾ നമുക്കിത് ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇപ്പം ഏലക്കായ ഇട്ടു, ജീരകം ഇട്ടു, പഴം ഇട്ടു, ശർക്കരപ്പാനി ഒഴിച്ച് ഇനിയിപ്പം നമുക്ക് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കാവേ. ഇതെങ്ങനെ നമ്മുടെ പഴവും ശർക്കരയും ഏലക്കായും ജീരകവും എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഗോതമ്പ് പൊടിക്കകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇത് ഏലക്ക ഒത്തിരി ഒന്നും അരയില്ല, അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ നമുക്ക് നല്ലപോലെ കൈ വെച്ച് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. എന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഈ ചെറിയ തരികളോ കട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൂണിനാവുമ്പോൾ നമുക്ക് അത്ര അറിയത്തില്ല. നമുക്ക് നല്ലപോലെ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും കൈ കൊണ്ട് കുഴയ്ക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൂണോ തവിയോ എന്തെങ്കിലും കൊണ്ട് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശർക്കരപ്പാനി കുറച്ചേ ഒഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള പാനിയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തേച്ച് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് പഴം എല്ലാം കൂടി ഇട്ടപ്പോൾ ഒത്തിരി നിറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടിട്ട് ഞാൻ പിന്നെ നല്ലപോലെ നമുക്കിതൊന്ന് ഇനിയിപ്പോൾ ഇത് ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിത് 1.5 കപ്പ് പൊടിയും 10 പഴവുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് കാണുവാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ അരച്ച മിക്സിയുടെ ജാറും ഇതുമെല്ലാം കൂടെ കഴുകി നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിങ്ങനെ കൈ കൊണ്ട് നല്ലപോലെ തേച്ച് കുഴച്ചെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് നല്ലപോലെ ഒന്ന് കിട്ടാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ മണിക്കൂറുകളോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നമ്മളൊരു 10 മിനിറ്റ് കൂടിപ്പോയ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടുതൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകി ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മിക്സിയുടെ ജാറൊക്കെ കഴുകി ആ വെള്ളമെല്ലാം കൂടെ നമുക്കൊന്നുകൂടി ഒഴിച്ച് നല്ലപോലെ നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടുന്ന ആ മാവിൻ്റെ ആ പാകത്തിന് നമുക്ക് കലക്കിയെടുക്കണേ. നമുക്കിത് നമ്മുടെ ആ ശർക്കരയൊക്കെ എടുത്ത് ആ കപ്പിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നോക്കിയിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കണം. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ശരിയാകുകയില്ല. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാവേ. നമ്മുടെ എത്രയും പഴവും ഇതെല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്ക് ഇച്ചിരി ക്വാണ്ടിറ്റി അധികമായിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, നമ്മളിത് എടുത്തേക്കുന്ന നമ്മുടെ ആട്ടപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരാവേ. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അത്രയും ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം, ഒത്തിരി വേണ്ട, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇടുവാണെങ്കിൽ പിന്നെ ഇച്ചിരി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് ഒരു ഇത്രയും എള്ളും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടാം. ഞാൻ ആ തേങ്ങാക്കൊത്തൊന്നും ചേർക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാവേ. ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് വേണം നമ്മുടെ മാവ് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ എള്ളിപ്പോൾ ചേർക്കണമെന്നൊന്നുമില്ല, അന്നേരം നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് എടുക്കാൻ നേരത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബേക്കിംഗ് സോഡ ഒക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാതെ. മധുരം കറക്റ്റാണ്. ഞാൻ 1.5 കപ്പ് പൊടിയും 250 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 10 പഴവും.
അപ്പോൾ നമുക്ക് നല്ല ഇപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള മധുരവും ഒക്കെയുണ്ട്. പിന്നെ ഉപ്പ് നമുക്ക് ഇടണമെന്ന് വെച്ചാൽ നമ്മൾ ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റ് വെക്കണമെന്നില്ല, അന്നേരം തന്നെ വേണേലും നമുക്ക് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാൻ ഏതായാലും 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം ഇത് നല്ല മാവ് നല്ലപോലെ നല്ല സോഫ്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊന്ന് കോരി ഒഴിച്ച് നമുക്കിത് ഉണ്ണിയപ്പക്കരയിൽ ഒന്ന് കോരി ഒഴിച്ച് ഉണ്ണിയപ്പമായിട്ട് നമ്മുടെ ഗോതമ്പ് ഉണ്ണിയപ്പം ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്ലാസ്സിനകത്തേക്കാണ് ഒഴിച്ച് അതിനകത്ത് നമുക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. കുറേശ്ശെ ഈ നമ്മൾ സ്പൂണിലൊക്കെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെ എല്ലാം അപ്പടി ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുക്കാവേ, ഓരോ ഗ്ലാസ് എടുത്തെടുത്ത്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോ കുഴിക്കകത്തേക്ക് നമ്മുടെ ഗോതമ്പ് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കാവേ. നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് സ്പൂണിനകത്ത് ഒഴിക്കുന്നേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നല്ലപോലെ എണ്ണ ചൂടായി എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടിവശം അങ്ങ് കരിയും. വീണ്ടും നമുക്ക് മാവെടുത്ത് ബാക്കിയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതെങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം തന്നെ ഇത് സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവും ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കൂട്ടൊക്കെ ശരിയാണെങ്കിൽ നമുക്കിത് മറിച്ചിടാനും ഒന്നും പാടില്ല. തന്നെ ഇങ്ങനെ മറിഞ്ഞ് വരും. ഇതേ അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഗോതമ്പ് ഉണ്ണിയപ്പം നല്ല നമുക്കിത് മൊത്തം ഒന്ന് മറിച്ചിടാതെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ഉണ്ണിയപ്പം ഇത് എണ്ണയ്ക്കകത്ത് ഓടി കളിക്കുക. ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ ഉണ്ണിയപ്പം. നമുക്കിനിയിപ്പോൾ ഇതെങ്ങനെ അങ്ങോട്ട് കോരിയെടുക്കാവേ. ഇതങ്ങനെ നമ്മുടെ ഒരു ട്രിപ്പ് ഉണ്ണിയപ്പം നമ്മൾ കോരിയെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാവേ. ഇതേ അങ്ങനെ നമ്മുടെ ഗോതമ്പ് ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. പഴമായിട്ട് നല്ല സോഫ്റ്റാണ്. നല്ല പഞ്ഞി പോലത്തെ നല്ല ചൂടുമാണ്. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ സൂപ്പർ എന്താ പറയുന്നത്, നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ഉണ്ണിയപ്പം, ഗോതമ്പ് പൊടിയും പഴവും കൊണ്ടല്ലോ ഉണ്ണിയപ്പം റെഡിയായി. ഇതുണ്ടോ നല്ല പഞ്ഞിയാണെന്ന് നോക്കിയാൽ നല്ല സോഫ്റ്റ്. ഇതുണ്ടോ അടിപൊളിയായിട്ടല്ലേ സോഫ്റ്റായിട്ടിരിക്കുന്ന നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. ഇതുണ്ടോ നല്ല പഞ്ഞിയായിട്ടിരിക്കുന്ന ഉണ്ണിയപ്പം. നമ്മളിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഞാൻ ചൂടോടുകൂടിയാണ് എടുത്തത്. നല്ല പതാന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഗോതമ്പ് പൊടിയും പഴവും പാളയംകുടം പഴവും ഗോതമ്പ് പൊടിയും ഉണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.